ഇത് കൺഫ്യൂഷ്യസിൻ്റെ ഒരു ജീവിതത്തിൽ പറയുന്ന കഥയാണ്. ചൈനയിലെ തത്വചിന്തകനായിരുന്നു. എല്ലാ കാലത്തും തത്വചിന്തകന്മാരെ നിന്ദിക്കാനും ആളുണ്ടാവും. വളരെ കുറച്ച് പേര് അവർ ഉൾക്കൊള്ളുന്നവരുണ്ടാവും. അവരെപ്പോഴും കൂടെ ഉണ്ടാവും. ഇങ്ങനെ ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ശിഷ്യന്മാരിങ്ങനെ നടക്കുകയായിരുന്നു. നടന്ന് ഒരു ചെറിയ വനത്തിലൂടെ യാത്രയായി. കുറച്ച് ഉൾക്കാട്ടിലേക്ക് കയറിയപ്പം ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടു. വിഷമായി. മഹത്തുക്കളുടെ ഒരു ലക്ഷണം, അവർക്ക് കരുത്തുമുണ്ട്. പക്ഷെ മറ്റുള്ളൊരു ദുഃഖം കാണുമ്പം ദുഃഖം കാണുന്നുണ്ട്, അവർക്ക് ദുഃഖമുണ്ടെന്ന് കേട്ടാൽ ഇവരുടെ മനസ്സുരുകും. ഈ ശബ്ദം കേട്ട ഭാഗത്തേക്ക് കൺഫ്യൂഷ്യസ് ചെന്നു. ശിഷ്യന്മാരുണ്ട്. ഒരു സ്ത്രീയാണ്, ചെറുപ്പക്കാരിയാണ്. ഒരു മൺകൂനയുണ്ട്, ചെറിയ സ്വല്പം 5-6 അടി നീളമുള്ളൊരു മൺകൂനയുടെ അടുത്തിരുന്ന് നമ്മൾ ഏങ്ങി കരയുകയാണ്. എന്താ കാര്യം ചോദിച്ചു. മോളെ, നീ എന്തിനാ കരയുന്നത്? നിനക്ക് എന്തു പറ്റി? ഈ കാട്ടിലെന്താ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണത്? നീ എന്താ ഈ മൺകൂനയുടെ അടുത്തിരിക്കണേ? അപ്പോൾ പറഞ്ഞു, ഞാനും എൻ്റെ ഭർത്താവും ഉണ്ട്, മക്കളൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ ഇന്നലെ ഇവിടെ വെച്ചൊരു കാട്ടുമൃഗം പിടിച്ചു, മരിച്ചു. എനിക്ക് ആരുമില്ല. അദ്ദേഹത്തെ ഞാനിവിടെ അടക്കം ചെയ്തു. ദുഃഖം താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇവർ ഏങ്ങി കരഞ്ഞു. അദ്ദേഹത്തിനും കണ്ണൊക്കെ നിറഞ്ഞു. ആ യുവതിയുടെ ശിരസിലൊക്കെ തലോടി, വിഷമിക്കണ്ട, മരിച്ചത് മരിച്ചു. നീ കരഞ്ഞാൽ ഒരിക്കലും അവർ തിരിച്ചു വരില്ല. ഈ സത്യത്തെ നീ ഉൾക്കൊള്ളുക, പോന്നോളൂ, അല്ലെങ്കിൽ നിന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകൂ. അപകടമല്ലേ ഇത്? ഒരപകടത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താ? ഇനി അതേ അപകടം വരാനുള്ള സാഹചര്യത്തിൽ നിന്ന് മാറുക. വേണ്ടപ്പെട്ടവർ പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മരിക്കുന്നത് ഒരു പ്രയോജനമില്ല, മണ്ടത്തരാണത്. വരൂ എന്ന് പറഞ്ഞു, നിന്നെ ഞാൻ എൻ്റെ ഗ്രാമത്തിലാക്കാം. അപ്പോൾ ഒരു ചീറ്റപ്പുലി പോലെ പെൺകുട്ടി ചാടി എഴുന്നേറ്റു. എന്തിന് ഞാൻ നാട്ടിലേക്ക് പോകണം? നാട്ടിൽ കിടന്നതാണ് ഞങ്ങൾ. ദുഷ്ടരായ ഭരണാധികാരികളുടെ കിരാതമായ തേർവേഴ്ച കൊണ്ടാണ് എനിക്കും എൻ്റെ ഭർത്താവിനും നാട് വിട്ടു പോകേണ്ടി വന്നത്. കടം, സർവത്ര കടം, ഒന്നും തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. ജോലി ചെയ്യാനുള്ള സംവിധാനം അവർ ഒരുക്കുന്നില്ല. എന്തെങ്കിലും ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം മുതൽ നികുതി എന്നും അതൊന്നും ഇതൊന്നും പറഞ്ഞ് വേട്ടയാടുന്നു. ഒരു നിവൃത്തിയില്ലാതെ, ജീവിക്കാൻ ഒരു രക്ഷയുമില്ലാതെ, സഹജീവികളുടെ സഹകരണമില്ലാതെ ഗതികെട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഈ കാട്ടിക്കയറുന്നത്. വല്ല കാട്ടുപഴമോ കാട്ടുകിഴങ്ങോ ഒക്കെ പറിച്ച് നിന്ന് ജീവിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഈശ്വരൻ കാണിച്ചു തരട്ടെ എന്ന് വെച്ച് വന്നാണ്. ഇനി ഞാൻ അങ്ങടില്ല. അവർ ഇതിനേക്കാളും ക്രൂരന്മാരാ, സിംഹം ഒറ്റ പ്രാവശ്യമേ കൊല്ലുള്ളൂ എന്ന് പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം അവരെ തൊഴുത് നടക്കുമ്പം ആത്മഗതം പോലെ ആ മഹാപുരുഷൻ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, ശ്രദ്ധിച്ചു നോക്കൂ, മനുഷ്യനാണോ കൂടുതൽ ക്രൂരത ഉള്ളത്, അതെയോ വന്യജീവികൾക്കാണോ? വന്യജീവികൾ വിശന്നാൽ മാത്രമേ കൊല്ലാറുള്ളൂ, പിന്നെ അവർ കൊല്ലാറില്ല. ഇതല്ല, വിനോദത്തിന് വേണ്ടി കൂടെയുള്ളവരെ ഉപദ്രവിക്കുന്നതും അവരെ കൊല്ലാക്കൊല ചെയ്യുന്നതും കൊല്ലുന്നതും മനുഷ്യനെന്ന ഒരേ ഒരു ജീവിയാണ്. അതുകൊണ്ട് ആ ജീവിയിൽ നിന്നും, ജന്തുഭാവത്തിൽ നിന്നും നമുക്ക് ഉയരാൻ സാധിക്കണമെങ്കിൽ, ദേവസമാനമായി നമ്മൾ ഉയരാൻ പറ്റണമെങ്കിൽ ഒറ്റ മന്ത്രമേ ഉള്ളൂ. അത് ഭാരതം സമ്മാനിച്ച മഹത്തായ മന്ത്രമാണ്. എൻ്റെ ഉള്ളിലുള്ളതും നിൻ്റെ ഉള്ളിലുള്ളതും ഒരേ ആൾ തന്നെയാണ്. ഏത് ചൈതന്യം കൊണ്ടാണോ ഞാൻ നടക്കുന്നത്, അതേ ചൈതന്യം തന്നെയാണ് നിന്നെ കൊണ്ട് കേൾപ്പിക്കുന്നത്. അതുകൊണ്ട് നിന്നെ ഉപദ്രവിക്കുമ്പോൾ ഞാൻ എന്നെയാണ് ഉപദ്രവിക്കുന്നത്. ഈ സത്യം കുറഞ്ഞത് ബുദ്ധി കൊണ്ടെങ്കിലും ഗ്രഹിച്ച് അതിനു വേണ്ടി ശ്രമിക്കുക. അതിൽ വിജയിച്ചില്ല എങ്കിലും ആ ശ്രമം തന്നെ നമ്മളെ ഒത്തിരി നന്നാക്കും. നമുക്ക് ശ്രമിക്കാം. ഈശ്വരൻ നമ്മളെ അതിന് അനുഗ്രഹിക്കട്ടെ.